ഫൈസ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട് ഞാൻ കണ്ടായിരുന്നു. അതായത് നമ്മുടെ കനികുസൃതി ക്യാൻ ഫെസ്റ്റിവലിന് പോയപ്പോ കയ്യിൽ കരുതിയിരുന്ന ഒരു ബാഗ് ഉണ്ട്, വാട്ടർമെലന്റെ ഷേപ്പുള്ള ബാഗ്. ഇതിന്റെ സംഭവം എന്താണെന്നറിയോ? എനിക്കും കറക്റ്റ് അറിയില്ല, ഞാനും കുറെ കണ്ടിട്ടുണ്ട്. അതെന്താ സംഭവം? നടക്കുന്ന വാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല, ഇസ്രായേൽ പലസ്തീൻ വാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. ഇത് ബേസിക്കലി ഒരു മൂവിയുടെ സ്ക്രീനിങ് ആയിരുന്നു അവിടെ. അതായത് 2024 കാൻസ് ഫിലിം ഫെസ്റ്റിവലിനകത്ത് ഗ്രാൻഡ് പ്രീ എന്ന് പറഞ്ഞിട്ട് അതിന്റെ സെക്കൻഡ് മോസ്റ്റ് പ്രസ്റ്റീജിയസ് അവാർഡാണ് ക്യാൻസിന്റെ. അപ്പോൾ ആ അവാർഡിന് ഇവർ ക്യാൻസിൽ സ്ക്രീനിങ്ങിന് പോയിരുന്നു നമ്മുടെ ഈ പർട്ടിക്കുലർ മൂവി. അതിൻ്റെ പേര് പറയുന്നത് ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്നാണ്. പായൽ കബാഡിയ എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ് ചെയ്തത്, ഒരു വുമൺ ഡയറക്ടറാണ്. അതിൽ മെയിൻ ലീഡ് റോൾ ചെയ്തത് കനി കുസൃതിയാണ്. അപ്പോൾ ഈ ടൈമിൽ അവർക്ക് ക്യാൻസിൽ ചെല്ലുമ്പം പലസ്തീൻ സോൾഡാറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ബാഗ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഡൗട്ട് പലസ്തീനും ഈ വാട്ടർമെലൻ ബാഗുമായിട്ട് എന്ത് ബന്ധം എന്നാണ്. ഇപ്പം നമ്മളതിനകത്ത് മെയിൻ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പം പലസ്തീൻ്റെ ഫ്ലാഗ് എന്ന് പറയുന്നത് ഒരു റെഡ്, വൈറ്റ്, ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കളറിലാണ്. അപ്പം ഈ 67 വാറിന് ശേഷം, ഇസ്രായേൽ പലസ്തീൻ വാറിന് ശേഷം പലസ്തീൻ്റെ കുറച്ച് ഭാഗങ്ങൾ, അതായത് ഗാസ, വെസ്റ്റ് ബാങ്ക്, ഈസ്റ്റ് ജെറുസലേം, ഇങ്ങനെ കുറച്ച് ഏരിയകൾ ഇവർ പിടിച്ചെടുത്തായിരുന്നു. അതായത് ഇസ്രായേൽ പിടിച്ചെടുത്തിരുന്നു. ഈ പിടിച്ചെടുത്തതിന് ശേഷം ഇവിടെയൊന്നും പലസ്തീൻ്റെ ഫ്ലാഗ് ഡിസ്പ്ലേ ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പോൾ പലസ്തീൻസിന് പ്രൊട്ടസ്റ്റ് ചെയ്യണം. അതായത് ഇപ്പം ഇവർ ഒക്യുപ്പേഷൻ ആണല്ലോ, പലസ്തീൻ്റെ ടെറിട്ടറിയിൽ ഇസ്രായേൽ വന്ന് ഒക്യുപ്പൈ ചെയ്തിരിക്കുക. അപ്പോൾ അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പം പലസ്തീൻ്റെ ഫ്ലാഗ് കൊണ്ടുപോകണല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു ഇത് നടക്കുമ്പം, പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ എങ്ങനെ, ഇപ്പം ഒരു പാർട്ടി അവരുടെ കൊടി കൊണ്ടുപോകും, ഐക്യദാർഢ്യം, അതിൻ്റെ ഒരു സിമ്പിളായിട്ട് നമ്മൾ ഫ്ലാഗ് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഫ്ലാഗ് കൊണ്ടുപോകാൻ പറ്റാതെ വന്ന സമയത്ത് ഇവർ കണ്ടെത്തിയ ഒരു സൊല്യൂഷനായി വാട്ടർമെലൻ എന്ന് പറയുന്നത്. 2 റീസണുള്ള. നമ്മളൊരു വാട്ടർമെലൻ സ്ലൈസ് ചെയ്തെടുത്താൽ നമുക്ക് കാണാൻ പറ്റുന്ന കളേഴ്സ് ഏതൊക്കെയാണ്? മെയിനായിട്ട് അതിൻ്റെ റെഡ് കളർ, ബ്ലാക്ക് സീഡ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ തൊലിപ്പുറം ഗ്രീൻ ആണല്ലോ, അതിൻ്റെ ഔട്ട് സൈഡ് ഗ്രീൻ വരും, അതിനകത്തൊരു ചെറിയ പോർഷൻ വൈറ്റും ഉണ്ട്. അപ്പോൾ പലസ്തീൻ ഫ്ലാഗിലെ സെയിം 4 കളേഴ്സ് വാട്ടർമെലൻ സ്ലൈസിലും ഉണ്ട്. അപ്പോൾ അവർ അത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അത് അത്ര ഒരു ഫോർഫ്രണ്ടിലോട്ടൊന്നും വന്നിട്ടില്ല, ആൾക്കാരിങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമുക്കിപ്പോൾ പലസ്തീൻ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിനകത്ത് വരുന്നൊരു ഏരിയ. പലസ്തീനകത്ത് നമുക്ക് ലാൻഡ് അത്ര ഫെർട്ടൈൽ ഒന്നുമല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ എന്തും കൃഷി ചെയ്യാം, എന്ത് സീഡ് ഇട്ടാലും നമുക്കതിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതേസമയം പലസ്തീൻ അത്ര ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് അല്ല. പലസ്തീൻ, ഇസ്രായേൽ, മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ അങ്ങനെ ലാൻഡ് അല്ല. അവിടെ ഈസി ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഫ്രൂട്ട് അത് വാട്ടർമെലനാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈസി ആയിട്ട് വാട്ടർമെലൻ ഹാർവെസ്റ്റ് ചെയ്യാം, അത് കഴിക്കാമല്ലോ, ഫ്രൂട്ടാണല്ലോ, അത് കഴിക്കുകയും ചെയ്യാം. ഒരു റെസിസ്റ്റൻസ് സിമ്പിളായിട്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഫ്ലാഗ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് പകരം ഫ്ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വെടിവെക്കും, അല്ലെങ്കിൽ പിടിച്ച് ജയിലിടും. ആ ഒരു സമയത്ത് ഇവർക്ക് ഏറ്റവും ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സിമ്പിളായിട്ട് ഇവർ മുന്നോട്ട് കൊണ്ടുവന്നത് ഈ പറഞ്ഞ വാട്ടർമെലനെയാണ്. അത് നമ്മളിപ്പോൾ ചുമ്മാ നമ്മൾ കാണുന്ന പോലെ ഇപ്പം വാട്ടർമെലൻ്റെ ഫ്ലാഗ് മാത്രമൊന്നുമല്ല, ഇപ്പം വലിയ ടാങ്കൊക്കെ വരും. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ടാങ്ക് ഇപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന പലസ്തീനിയൻസ് പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് നേരെ ഒരു ടാങ്ക് വരുക, ഇസ്രായേലിൽ ടാങ്ക് വരുമ്പോൾ ഇവർ വാട്ടർമെലൻ എടുത്ത് എറിയുക. പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല, ഒരു ബോംബ് എറിഞ്ഞാൽ പോലും പൊട്ടാത്ത ടാങ്ക് ആയിരിക്കും. പക്ഷെ ഇവരതിനെ റെസിസ്റ്റ് ചെയ്യുക, ആ ഒരു ഒക്യുപ്പേഷനെ റെസിസ്റ്റ് ചെയ്തത് ഇവർ ഈ വാട്ടർമെലൻ യൂസ് ചെയ്തിട്ടായിരുന്നു. അപ്പം ഈ നമ്മുടെ ഇപ്പം നടക്കുന്ന ഇസ്രായേൽ പലസ്തീൻ വാർ എനിക്ക് 270 സംതിങ് ഡേയ്സ് ആയിട്ടുണ്ട്. ഒരു 38,000 ആൾക്കാരോളം മരിച്ചിട്ടുണ്ട് ഇതുവരെ. സോഫാർ അത്ര ആൾക്കാർ അവിടെ കാഷ്വാലിറ്റീസ് ഉണ്ട്. അതിലൊരു മോർ ദാൻ 50% ചിൽഡ്രനാണ്, കിഡ്സ് ആയിട്ടുള്ള കുട്ടികളാണ് മരിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവരിൽ 90% ലേഡീസോ വിമൻസ് ആണ് കൂടുതലും മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇപ്പം അക്രോസ് ദ ഗ്ലോബ് ആട്ടോ ഞാൻ പറയുന്നത്. ഇതിപ്പോൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ US മാത്രമല്ല, ലോകത്ത് ഏത് രാജ്യത്തും പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലസ്തീൻ്റെ ഫ്ലാഗും കൊണ്ടുവന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു റെസിസ്റ്റൻസ് സിമ്പിളായ വാട്ടർമെലൻ്റെ ഫ്ലാഗോ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ഗ്രാഫിറ്റീസോ കാര്യങ്ങളോ ഒക്കെ ഇവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കനി കുസൃതി ബേസിക്കലി നല്ലൊരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരി ഇതുപോലെ ക്യാൻസിൽ പോയ സമയത്ത് ഇവർ കറക്റ്റായിട്ട് റെസ്ട്രിക്ഷൻസ് വെച്ചിരുന്നു. അതായത് ക്യാൻസ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് നടക്കുമ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള ഒന്നും കൊണ്ടുവരരുതെന്ന് ഓർഗനൈസേഴ്സ് ഉണ്ടല്ലോ, അവർ പർട്ടിക്കുലറായിട്ട് പറഞ്ഞിരുന്നു. ഇതുപോലെ എന്തെങ്കിലും പൊളിറ്റിക്കൽ കണ്ടന്റ്, ബേസിക്കലി എല്ലാവരും ഗാസയുടെ വിഷയം പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലായതുകൊണ്ട് അതിനെതിരെ ഒന്നും കൊണ്ടുവരരുത്, അതായത് പലസ്തീൻ അല്ല ഇസ്രായേലിന് സപ്പോർട്ടായിട്ടൊന്നും കൊണ്ടുവരരുത്, സോൾഡാറ്റിക്ക് വേണ്ടി സിമ്പിൾ ഒന്നും കൊണ്ടുവരുന്നവർ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ഹാൻഡ് ബാഗ് ആകുമ്പം അത് നമുക്ക് കയ്യിൽ കരുതാമല്ലോ. ഇപ്പം നമ്മളൊരു ഫ്ലാഗ് കൊണ്ടുവരുന്ന പോലെ അല്ല, ഒരു ഹാൻഡ് ബാഗ് കൊണ്ടുവരാം. ആ ഹാൻഡ് ബാഗിൻ്റെ കളർ വാട്ടർമെലൻ്റെ ഷേപ്പിലാണ്, കളറാണെന്ന് നമുക്ക് ജസ്റ്റ് പറയാമെന്നുള്ളപ്പം കനിക്കുസ്തി അതൊരു ഓപ്പർച്യൂണിറ്റി എടുത്തിട്ട് ആ ബാഗ് കൊണ്ടു. ഓക്കെ, അപ്പോൾ അതിപ്പോൾ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഒരു സിമ്പിളാണ് അവിടെ കാണിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ലോകമെമ്പാടും ഇപ്പോൾ ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റിന്, പാലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് ആളുകൾ ഹാഷ്ടാഗ്സ് ആയാലും പ്രൊട്ടസ്റ്റ് ആയാലും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉള്ളൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു പാലസ്തീൻ ഇസ്രായേൽ
യുദ്ധം ഇത്രയ്ക്ക് ഹൈപ്പ് വരുന്നത്. ഇപ്പോൾ സെയിം ടൈമിൽ തന്നെ അവിടെ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ യുദ്ധങ്ങൾ റീസെൻ്റ്ലി ചെറുതും വലുതായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയാത്തൊരു ഹൈപ്പാണ് ഇപ്പോൾ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിന് മാത്രമായിട്ട് കൊടുക്കുന്നത്. എനിക്കതിൽ മെയിനായിട്ട് തോന്നുന്നൊരു കാര്യം, ഇപ്പം നമ്മൾ റഷ്യ ഉക്രൈൻ വാറുമായിട്ട് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇപ്പം ഉക്രൈൻ എന്ന് പറയുന്ന റഷ്യയുടെ പഴയ സോവിയറ്റ് യൂണിയൻ ആണല്ലോ. ഈ റഷ്യ ഇപ്പം ഉള്ള റഷ്യ എന്ന് പറഞ്ഞാൽ പഴയ സോവിയറ്റ് യൂണിയനാണ്. ഈ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു ഉക്രൈൻ എന്ന് പറയുന്നത്. അവിടെയുള്ള പലരും 90% ആൾക്കാരും റഷ്യൻ ഭാഷ സംസാരിക്കുന്ന, റഷ്യൻ കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോഴും യുക്രൈനിലുള്ളത്. അവർക്ക് അങ്ങനെ ഒരു ഡിലേമ ഉണ്ട് അതിൽ. അതായത് ഇപ്പം നമ്മുടെ ഭാഷ സംസാരിക്കുന്ന, നമ്മുടെ കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരാൾക്കാരെ പോയി അറ്റാക്ക് ചെയ്യുന്നതിന് എപ്പോഴും ഒരു ഡിലേമ ആണ്. സോൾജേഴ്സൊക്കെ ഒരുപാട് പേര് അവിടുന്ന് തന്നെ തിരിച്ചു പോയ ആൾക്കാരുണ്ട്, സൂയിസൈഡ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പലസ്തീൻ ഇസ്രായേൽ വാറിലോട്ട് വരുമ്പം ഇതൊരു വാറല്ല, ഇതൊരു ജനോസൈഡാണെന്നാണ് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റീനെ അല്ലെങ്കിൽ ആൾക്കാരെ മൊത്തത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ജനോസൈഡായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ October 7 ബേസ് ചെയ്താണല്ലോ ഇപ്പോൾ നടക്കുന്ന ഈ വാർ നടക്കുന്നത്. October 7 ഹമാസ് ഇസ്രായേലിൽ കയറി അറ്റാക്ക് ചെയ്തു. അറൗണ്ട് ഒരു 1400, അതായത് 1400 ആൾക്കാരെ വെടിവെച്ചും അല്ലാതെ പല രീതിയിൽ കൊന്നുവെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു 230, 239 അല്ലെങ്കിൽ 240 ആൾക്കാർ ഇവർ ഹോസ്റ്റേജ് ആയിട്ട് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഹമാസ് ഇസ്രായേലിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഈ October 7 മുമ്പും ഡെയിലി അവിടെ വാർ നടക്കുന്നുണ്ട്. അതായത് നമ്മൾ കാണുമ്പം പലസ്തീൻ അല്ലെ ഇസ്രായേൽ ഒരു സ്റ്റേറ്റ് ആയിട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ കരുതുന്നത് എന്താ, അതൊരു എല്ലാത്തരം ഫ്രീ മൂവ്മെൻ്റ് ഉള്ളൊരു സ്റ്റേറ്റ് ആയിട്ട്, ഒരു കൺട്രി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇത് ആക്ച്വലി വർഷങ്ങളായിട്ട്, അതായത് കഴിഞ്ഞ 40-50 വർഷമായിട്ട് ഇസ്രായേലിൻ്റെ അണ്ടറിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് പലസ്തീൻ. അത് പലസ്തീൻ രാജ്യമായിരുന്നു, പലസ്തീൻ എന്ന രാഷ്ട്രമായിരുന്നു. അവിടെ ഇസ്രായേലിന് വേൾഡ് വാർ 2 ശേഷമാണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടിരുന്നത്. അതായത് പല സ്ഥലങ്ങളിലുള്ള പല രാജ്യങ്ങളിലായിട്ട് നിന്നിരുന്ന ജൂതന്മാർ, ജ്യൂസ് ആയിട്ടുള്ള ആൾക്കാർ പലസ്തീനിലോട്ട് വരിക ചെയ്തത്. അവിടെ വന്ന് അവരവിടെ സെറ്റിലേഴ്സ് ആവുമായിരുന്നു ആദ്യം. അവിടെ ഈ ബ്രിട്ടീഷേഴ്സ് പോകുന്ന ടൈമിൽ ഇവർക്ക് അവിടെ സ്പേസ് കൊടുത്തു. പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇസ്രായേൽ, അതായത് ജൂതന്മാർക്ക്, ജ്യൂസിനും താമസിക്കാൻ ഒരു സ്പേസ് കൊടുത്തു. ഇവർ പതുക്കെ സെറ്റിലേഴ്സിനെ കൊണ്ടുവന്ന് പല രാജ്യങ്ങളിൽ നിന്നും, കേരളത്തിൽ നിന്ന് വരെ പോയതല്ലോ, കൊച്ചിയിൽ നിന്ന് വരെ ആൾക്കാർ തിരിച്ച് ജൂതന്മാർ ഇസ്രായേലിലോട്ട് പോയിട്ടുണ്ട്. കാര്യം അവരുടെ ഹോം കൺട്രിയാണ് ഇവർ ഈ ജെറുസലേമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്നും ഈ സ്ഥലത്തോട്ട് ഇവർ ചെന്നിട്ടുണ്ട്. ഈ ചെല്ലുന്ന ആൾക്കാർക്ക് താമസിക്കാൻ സ്ഥലം വേണമല്ലോ. ഇപ്പം നമ്മളൊരു സ്ഥലത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ ഇവിടുന്ന് സ്റ്റുഡൻസ് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു, ദുബൈയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് നിൽക്കാൻ സ്ഥലം വേണം. ഇവർ ഒരു അവരുടെ ഹോം കൺട്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഹോളി ലാൻഡിലോട്ട് തിരിച്ചു പോവാം. ജ്യൂസ് ആയിട്ടുള്ള ആൾക്കാർ വേൾഡിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അവരുടെ ഹോളി ലാൻഡിലേക്ക് തിരിച്ചു ചെല്ലുക. ഈ തിരിച്ചു ചെല്ലുന്ന ടൈമിൽ അവർക്ക് അവിടെ താമസിക്കാൻ സ്ഥലം വേണം, ജോലി വേണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ സ്പേസ് വേണം, ഫാമിംഗ് ആണെങ്കിൽ അതിന് ഫാമിംഗ് ആയിട്ടുള്ള ലാൻഡ് വേണം. ഈ ഇങ്ങനെ ചെല്ലുന്നവർക്ക് ഇസ്രായേൽ ഫോം ചെയ്ത ഗവൺമെൻറ് അവിടുത്തെ പലസ്തീൻ്റെ ലാൻഡുകൾ, പലസ്തീൻ ജനത താമസിക്കുന്ന സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് അവിടെയാണ് സെറ്റിൽ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ആ ടൈമിൽ തൊട്ട് ഈ പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ ഒരു ഇപ്പം എനിക്ക് തോന്നുന്നു October 7 ഈ അറ്റാക്ക് നടക്കുന്നത്. അതിന് തൊട്ട് മുൻപ് വരെ അവിടെ ഡെയിലി ഒരു 10 പേര് മരിക്കുന്നു, അല്ല 5 പേര് മരിക്കുന്നു. ഗാസ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു കലാപ നടക്കുന്ന ഒരു ഏരിയ തന്നെ. എപ്പോഴും ഇസ്രായേൽ ആർമിയും പലസ്തീൻ ജനതയുമായിട്ട് എന്നും അറ്റാക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ഗാസ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് വെസ്റ്റ് ബാങ്കാണ്. ഇപ്പോൾ ഈ ഗാസ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഏരിയ, കടലിനോട് ചേർന്ന് കിടക്കുന്ന ചെറിയൊരു തുരുത്തെന്ന് വേണം നമുക്ക് പറയാം. ലാൻഡ് ഉണ്ട് ഒരു സൈഡ് കടലുമാണ്. അതാണ് ഈ ഗാസ എന്ന് പറഞ്ഞ ഏരിയ. ഈ October 7 ഹമാസ് അറ്റാക്ക് തുടങ്ങിയപ്പോൾ തൊട്ട്, October 7 ഹമാസ് അറ്റാക്ക് നടത്തി പിറ്റേ ദിവസം തൊട്ട് യുദ്ധം തുടങ്ങി. ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇസ്രായേൽ പറയുന്നത്, ഞങ്ങൾ സേഫ് സോൺ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന റാഫ എന്ന് പറയുന്ന ഏരിയ എന്നാണ്. അതായത് ഏകദേശം 20 ലക്ഷം, അതായത് 2 മില്യൺ ആൾക്കാരാണ് ഗാസയിലുള്ളത്. ഇവരോടെല്ലാം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഗാസയിൽ ബോംബ് ഇടാൻ പോവുകയാണ്, നിങ്ങൾക്ക് സേഫ് സോൺ ആയിട്ടുള്ള സ്ഥലം റഫയാണ്. റഫ എന്ന് പറയുന്നത് ഈജിപ്റ്റ് ഇസ്രായേൽ അല്ലെങ്കിൽ ഈജിപ്റ്റ് പലസ്തീൻ്റെ ബോർഡറാണ് ഈ റഫ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങോട്ട് പോക്കോ, അത് സേഫാണ്, ഇവിടെ നിങ്ങൾ സേഫ് അല്ല. ഇവിടെ ഈ ചെറിയ ഹെലികോപ്റ്റർ, ചെറിയ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ലഘുലേഖകൾ, അതായത് നമ്മൾ ബ്രോഷേഴ്സ് പറയത്തില്ലേ, ഈ പലസ്തീനികൾക്ക് അറബിയിലോ അതല്ലെങ്കിൽ ഇവരുടെ ഭാഷയിലോ ഉള്ള ലഘുലേഖകൾ ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് വായിക്കുമ്പം അത് വൈറലായിരുന്നു, പല ഇൻസ്റ്റാഗ്രാം പേജിലും യൂട്യൂബ് പേജിലൊക്കെ ഉണ്ട്. അതിനകത്ത് വായിക്കുമ്പോൾ പറഞ്ഞ്, നിങ്ങളിവിടെ ബോംബ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ സേഫ് അല്ല, സേഫ് സോണായിട്ട് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് റഫ എന്ന് പറഞ്ഞ ഏരിയ ആണ്, നിങ്ങൾ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞിട്ടാണ് ഒരു ബോംബാർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റാർട്ട് ചെയ്ത് എനിക്കൊന്ന് ഓരോ ദിവസം 5000, 2000, 3000 ആൾക്കാർ ഇത് മരിച്ചുകൊണ്ടിരിക്കുക. മെജോറിറ്റി കിഡ്സ് ആണ്, ചിൽഡ്രൻ ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ചിൽഡ്രൻസാണ് കൂടുതലും മരിക്കുന്നത്. ഇവർ റഫായിലോട്ട് ചെന്ന്, ഇപ്പം നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടല്ലോ, ഇപ്പോൾ ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്ന ഒരു ട്രെൻഡ് നടന്നല്ലോ. അപ്പോൾ ആക്ച്വലി നമ്മൾ സംസാരിക്കേണ്ടത്, ഇത് മോശമാണെന്നല്ല, ഇത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ സംസാരിക്കേണ്ടത് ആക്ച്വലി പലസ്തീൻ ഗസ അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിനെ കുറിച്ച് തന്നെയാണ്.
അല്ലെങ്കിൽ ജനോസൈഡിനെ കുറിച്ച് തന്നെ. ഇപ്പം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJ എന്ന് പറയും. അതെന്ന് പറയുന്നത് പല രാജ്യങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യേണ്ട. ഇപ്പം നമ്മളിവിടെ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും പ്രൈം കോടതിയാണല്ലോ, ഏറ്റവും ലാസ്റ്റ് റിസോഴ്സായിട്ട് നമ്മൾ കാണുന്നത് സുപ്രീം കോർട്ടിനെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJ എന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള, കൺട്രീസ് തമ്മിലുള്ള എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകളോ കാര്യങ്ങളോ സോൾവ് ചെയ്യേണ്ട ഒരു കോർട്ടാണ് ICJ എന്ന് പറയുന്നത്. അതുപോലെ ഒരു കോർട്ടുണ്ട് ICC എന്ന് പറയും, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയും. അവിടെ പക്ഷേ വ്യക്തികൾക്കെതിരെ, രാജ്യങ്ങൾക്കെതിരെയല്ല, അവിടെയും ഉണ്ട്. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നെതന്യാഹുവിനെതിരെയാണ് അവിടെ കേസ് നടക്കുന്നത്, ഇതുപോലെ ജനോസൈഡ് നടത്തുന്നു. ICJയുടെ ഓർഡർ വന്നു, അതായത് നിങ്ങൾ ഈ പറഞ്ഞ റഫായിൽ അറ്റാക്ക് നടത്തരുത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അഭയാർത്ഥികളായിട്ടുള്ള, അതായത് ഓൾറെഡി അഭയാർത്ഥികളായിരുന്നു അവർ, സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ പലസ്തീൻ ജനത എന്ന് പറയുന്നത്. ഓൾറെഡി അഭയാർത്ഥികളായിരുന്നവർ വാർ തുടങ്ങിയതിന് ശേഷം റഫേൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഇപ്പോൾ ബോംബിട്ടുകൊണ്ടിരിക്കുക. അവിടെയാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രശ്നം. അതുകൊണ്ടാണ് ഈ ഓൾ ഐസ് ഓൺ റഫ ഇത്ര ട്രെൻഡിങ് ആവുന്നത്. ഓക്കെ, അല്ല ഫൈസി, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഫൈസി പറഞ്ഞ ഇത്രയും കാര്യങ്ങളെല്ലാം ഓക്കെ, എനിക്ക് മനസ്സിലായി, അതിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആയി. പക്ഷേ ഇതിൽ നമുക്കൊരു വാർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും കൂടി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇസ്രായേൽ ജനത, ഇപ്പോൾ പലരും പറയുന്നുണ്ട്, ഇപ്പോൾ പലസ്തീൻ സപ്പോർട്ടേഴ്സായ ആളുകൾ എന്നോട് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളത്, ഇസ്രായേൽ ആകെ 75-80 വർഷം പഴക്കമുള്ള രാജ്യം മാത്രമാണ്, ജൂതന്മാർ പുറമേ നിന്ന് വന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, ആ ഒരു സ്ഥലത്ത് ജൂതന്മാർ, അല്ലെങ്കിൽ ജൂതന്മാർ ഇസ്രായേൽ എന്ന് പറയുന്നത് എബോ 2000 ഇയേഴ്സിന് മുമ്പ് തൊട്ട് പ്രതിപാദിക്കുന്ന പല തെളിവുകളും കാര്യങ്ങളും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവിടെ ആ ഒരു മിഡിൽ ഈസ്റ്റിൽ, പർട്ടിക്കുലർ ആ റീജിയനിൽ പല കടന്നുകയറ്റക്കാർ വന്നിട്ടുണ്ട്. അത് റോമൻസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പെർഷ്യൻസ് ഉണ്ടായിരുന്നു. ഇവരെല്ലാം വന്നപ്പോഴും ഇസ്രായേലികളെയും ജൂതന്മാരെ അവിടെ നിന്ന് അടിച്ചോടിച്ച് ആ ഒരു രാജ്യം ഇത് ഭരണം ഏറ്റെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ കണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഈ പാലസ്തീൻ എന്ന് പറയുന്ന പേര് വരെ അവിടെ കൊടുത്തിരിക്കുന്നത് റോമൻസ് ആണ്. റോമൻ ചക്രവർത്തിമാർ അവിടെ ഭരിക്കുന്ന കാലത്താണ് അവർക്ക് ഈ ജൂതന്മാരോടുള്ളൊരു വിരോധം. അതായത് റോമൻ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ഭൂരിഭാഗം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ നിന്ന് വന്ന, അതായത് ഇവിടെ നിന്ന് തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പോയ ക്രിസ്ത്യാനിറ്റി യൂറോപ്പിലെല്ലാം വ്യാപിച്ച് അവിടെ നിന്ന് വന്ന ഒരു ആർമിയാണ് റോമൻസ്. അപ്പോൾ അവർ തന്നെ ഈ ജൂതന്മാരോട് ഒരു ക്രൈസ്തവരെ ക്രൂസിലേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് അവരോടുള്ള ഒരു ചെറിയൊരു ഇഷ്ടക്കുറവെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഇത് പ്രകാരമായിട്ടാണ് അവർ തന്നെ പേര് കൊടുത്താണ് ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തു നിന്നാണ്, സ്ഥലം എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതും 2000 വർഷം മുമ്പ് നടക്കുന്ന കാര്യമാണ്, 2000 വർഷത്തോളം. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഒരു 600 വർഷത്തിന് ശേഷം ഇസ്ലാം വന്നു. അതിനുശേഷം കാലിഫേറ്റ്സ് വന്നിട്ട് അവിടെ കയ്യേറിയിട്ടുണ്ട്. വീണ്ടും അതിനുശേഷം സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി പട്ടാളത്തിനായിട്ട് അവിടെ കയ്യേറി പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴൊക്കെ ഇവിടുന്ന് അടിച്ചോടിക്കപ്പെട്ട ഒരാളുകളാണ് ജൂതന്മാരെന്ന് പറയുന്നത്. പിന്നെ അവസാനം വന്ന ബ്രിട്ടീഷ് ഭരണത്തിൽ, ഇപ്പം ഉദാഹരണം പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ആളുകളുടെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ, മുസ്ലിം വിഭാഗത്തിന് പാകിസ്ഥാനും ബാക്കിയുള്ളവർക്ക് ഇന്ത്യയായിട്ട് വിഭജിച്ച് കൊടുത്തിട്ട് അവർ പോയത്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ. അതിനുശേഷം അതേപോലെ തന്നെ ഈ പലസ്തീൻ, ഇസ്രായേൽ, ജൂതന്മാർ ഇവർക്ക് ഈക്വലി അവിടെ കോഎക്സിസ്റ്റ് ചെയ്ത് പോകണം എന്നുള്ള ഡിമാൻഡ് ബേസിൽ എന്താക്കിയതാണ്, ഈക്വലി കൊടുത്ത ഒരു വിഭജനമാണ് ഇസ്രായേൽ പാലസ്തീൻ 2 രാജ്യങ്ങൾ അവിടെ ഉടലെടുക്കുന്നത്. അതിനുശേഷം ആണ് അറബ് ഇസ്രായേൽ യുദ്ധം ഉണ്ടാവുന്നത്. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ എനിക്ക് ഹിസ്റ്റോറിക്കലി കറക്റ്റായിട്ട് ഏകദേശം തോന്നിയിട്ടുണ്ട്. ഈ 2 കൂട്ടർക്കും വിഭജിച്ച് കൊടുത്ത രാജ്യത്തിൻ്റെ അതിർത്തിയിലാണ് അവർ ജീവിച്ചു പോന്നിരുന്നത്. അതിനുശേഷം വന്ന ഈ ഇസ്രായേൽ അറബ് യുദ്ധം, അത് എന്തിനായിരുന്നു കാരണം? അത് ഇനീഷ്യേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നത് അതിന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളാണ്, 5 രാജ്യങ്ങൾ. അപ്പോൾ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ജൂതന്മാരോട് എന്തിനാണ് അവർ യുദ്ധം ചെയ്തത്? ഇതിൽ ബേസിക്കലി റിലീജിയൻ വലിയൊരു ഫാക്ടറാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ജെറുസലേം പള്ളി, നമ്മളിപ്പോൾ ഒരു ഗോൾഡൻ ഇത് ഡോമായിട്ട് കാണുന്ന മോദുണ്ടല്ലോ, അത് ക്രിസ്ത്യൻ, അത് ആ ഒരു പർട്ടിക്കുലർ ബിൽഡിങ് നമുക്ക് 3ആയിട്ട് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ക്രിസ്ത്യൻസിനും ആക്സസ് ഉണ്ട്, ഒരു സൈഡിൽ നിന്ന് മുസ്ലിംസിനും ആക്സസ് ഉണ്ട്, ഒരു സൈഡിൽ ജൂതന്മാർക്കും ആക്സസ് ഉണ്ട്. കാര്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഇപ്പോൾ ഇത് ഈ 3 റിലീജിയൻസും അബ്രഹാമിക് റിലീജിയൻസ് ആണ്. അതായത് ഈ പറഞ്ഞ പോലെ ഒരു ഗോഡുണ്ട്, അവർ ഈ പറഞ്ഞ പോലെ പ്രോഫറ്റ്സിനെ അയച്ചിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്ത് ഒരു ബുക്ക് ഉണ്ടാവും എല്ലാവർക്കും ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഖുർആൻ അല്ലെങ്കിൽ ബൈബിൾ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തായിരിക്കും ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്നത്. റിലീജിയൻ ഇതിനകത്ത് വലിയൊരു പ്ലേ ആണ് ആക്ച്വലി നടക്കുന്നത്. അതായത് ഈ പറഞ്ഞ അറബ് രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് മോസ്റ്റ്ലി മുസ്ലിം കൺട്രീസ് ആയിരിക്കുമല്ലോ, എല്ലാം ആ റീജിയനിലുള്ളതെല്ലാം തന്നെ മുസ്ലിം കൺട്രീസ് ആണ്. ഒരു കോൺസ്പിറസി തിയറി പോലെ പറയുന്നൊരു കാര്യമാണ്. അതായത് മിഡിൽ ഈസ്റ്റിൽ അൺറസ്റ്റ് ഉണ്ടാവില്ല എപ്പോഴും, മിഡിൽ ഈസ്റ്റിലെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും എപ്പോഴും യുദ്ധത്തിലായിരിക്കും. ഈ പൊളിറ്റിക്കൽ അൺറസ്റ്റ്, അതായത് ഈ യുദ്ധം എന്ന് നിൽക്കുന്നോ അന്ന് ഈ അറബ് രാഷ്ട്രങ്ങൾ എല്ലാവരും കൂടെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യും എന്നുള്ളൊരു
കോൺസ്പിറസി തിയറി നിലനിൽക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇപ്പം മൊസാദ് എന്ന് പറയുന്നത് നമ്മുടെ ഇസ്രായേലിന്റെ ചാരസംഘടന എന്ന് എല്ലാവർക്കും അറിയാം. ഈ മൊസാദ് എല്ലാ അറബ് രാഷ്ട്രങ്ങളിലും, അത് പിന്നെ രാഷ്ട്രം എന്നില്ല, ഇപ്പൊ അറബ് രാഷ്ട്രങ്ങളോ വേറെ ഏതെങ്കിലും ഫോറിൻ കൺട്രി ആയാലും എല്ലാ രാജ്യങ്ങളിലും ഇവർക്ക് എന്തെങ്കിലും ഒരു റോൾ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും. അപ്പം മിഡിൽ ഈസ്റ്റിൽ എന്ന് വാർ നിൽക്കുന്നോ അന്ന് ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം കൂടെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യും. അപ്പം മിഡിൽ ഈസ്റ്റിൽ ഈ വാർ നിൽക്കാതിരിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. ഞാനീ പറഞ്ഞ ഇപ്പം അറബ് രാഷ്ട്രങ്ങളുടെ കാര്യം പറഞ്ഞത് റിലിജിയൻ ബേസ്ഡ് തന്നെയാണ്. അതിൽ അവർക്ക് അവരുടെ ഓൺ പേഴ്സണൽ ഇൻട്രസ്റ്റ് വേറെ ഒരുപാട് റീസൺസ് ഉണ്ടാവും. എങ്കിൽ തന്നെയും ഇങ്ങനെ കോൺസ്പിറസി തിയറി എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇസ്രായേലിനെ ഈ അറബ് രാജ്യങ്ങൾ അല്ല, അതുകൊണ്ടാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം ഈ നമുക്കിത് ഹിസ്റ്ററി എപ്പോഴും നമ്മൾ പറയത്തില്ല. അല്ല, അപ്പോൾ ഫൈസി പറഞ്ഞത് ഇത് അന്ന് നടന്ന ആ ഒരു യുദ്ധം, അതായത് വിഭജനത്തിന് ശേഷം ബ്രിട്ടീഷുകാർ അതിൽ നിന്ന് പിൻവാങ്ങിയതിന് ശേഷം അവിടെ ഇസ്രായേലിനെ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ ആക്രമിച്ചതിന്റെ മെയിൻ കാരണം ഇസ്രായേലാണല്ലോ ജയിച്ചത്. അല്ല, പക്ഷെ ആക്രമണത്തിന് ഇനിഷ്യേറ്റീവ് എടുത്തത് അറബ് രാജ്യങ്ങളാണ്. അത് പ്യൂർലി റിലീജിയസ് വാർ ആയിരുന്നു എന്നാണ് പറയുന്നത്. അല്ല, അതിലൊരു മോസ്റ്റ്ലി അത് റിലീജിയസ് ആയിരിക്കും, അതിന്റെ റീസൺ ആയിരിക്കാം. ഇവർക്ക് എല്ലാവർക്കും ഇപ്പം ഈ മസ്ജിദ് അൽ അക്സ എന്നാണ് ഈ പറഞ്ഞ പർട്ടിക്കുലർ ബിൽഡിങ്ങിനെ മുസ്ലിംസ് വിളിക്കുന്നത്. അതേസമയം ഇവർക്ക് അതിന് വേറൊരു പേരുണ്ടാവും. അല്ല, അവരുടെ റിലീജിയസ് റീസൺ എന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് ജൂതരെ അവിടെ നിന്ന് തുടച്ചു നീക്കണം എന്നുള്ള ഒരു റിലീജിയസ് റീസൺ. ജൂതരെ തുടച്ചു നീക്കണം എന്നുള്ള ഇന്റൻഷൻ ഇവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ബാക്കി എല്ലാ രാജ്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു. ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത് ജൂതന്മാരെ കൊന്നൊടുക്കിയതിനാണ് നമ്മൾ ഹോളോകോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഹോളോകോസ്റ്റിന് ഇരയാകാതിരിക്കാനാണ് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ജൂതന്മാർ ഓടി തിരിച്ചിവിടെ ഹോളി ലാൻഡായ പലസ്തീനല്ല ഇപ്പം സോക്കോൾഡ് ഇസ്രായേലിലോട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഷിപ്പ് വരുന്ന സമയത്ത് ഇവർ സന്തോഷത്തോടെ കൈവീശി ഈ ജൂതരെ സ്വീകരിക്കുന്ന വീഡിയോകൾ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിളാണ്. അപ്പോൾ ആ ഒരു സമയത്തും പാലസ്തീനിലേക്ക് ഇവരെ സ്വീകരിക്കുമ്പോഴും അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന അതിർത്തി തിരിച്ച ഒരു രാജ്യം നിലനിന്നിരുന്നില്ലേ? രാജ്യം ബോർഡർ കറക്റ്റ് സ്പെസിഫൈ ആയിട്ട് നിലനിന്നിരുന്ന ഞാൻ കരുതുന്നില്ല. പക്ഷെ ഒരു രാജ്യം, അതായത് ഇപ്പം പറഞ്ഞ പോലെ നമുക്ക് ഇതിന് ഹിസ്റ്ററി നമ്മൾ ചെരിഞ്ഞു പോകാനാണെങ്കിൽ 2000-3000 വർഷം ബാക്കിലോട്ട് പോയാൽ പോലും ചിലപ്പോൾ ഇതിൽ ക്ലാരിറ്റി നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ ഇപ്പോൾ ഫൈസി പറഞ്ഞ പോലെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ബ്രിട്ടീഷുകാർ കൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ ഒരു അതിർത്തിയിലേക്ക് രണ്ട് രാജ്യങ്ങൾക്കും ഒരു ഇത് 2 രാജ്യങ്ങളിലേക്ക് നിന്നിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇല്ല. പക്ഷെ ഇതിന് ശേഷം ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു അറബ് രാജ്യം ഉണ്ടായപ്പോൾ അതിന് ചുറ്റുണ്ടായിരുന്ന 5 അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചു. അതിൽ ഇസ്രായേൽ വിജയിക്കുകയാണ് ചെയ്തു. ഇസ്രായേൽ വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അറ്റാക്ക് ചെയ്ത 5 രാജ്യങ്ങളുടെ അതിർത്തി ഇവർ കയ്യേറി പിടിച്ചു. അതിന് മുമ്പ് വരെ ഈ പറയുന്ന ജെറുസലേം എന്ന് പറയുന്നത് പലസ്തീൻ്റെ കൺട്രോളിലായിരുന്നു. പക്ഷെ ഈ അറബ് രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ തോറ്റപ്പോഴാണ് ഇസ്രായേൽ അത് തിരിച്ചു പിടിച്ച്. അതെ, ഇപ്പം യുണൈറ്റഡ് നേഷൻസ് അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് 2 സ്റ്റേറ്റ് തിയറിയാണ്. അത് US ബറാക്ക് ഒബാമ പ്രസിഡന്റ് ആയ ടൈമിൽ തൊട്ട് US പോലും സപ്പോർട്ട് ചെയ്യുന്ന, അവർ പോലും ഫുഡ് ഫോർവേഡ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ 2 സ്റ്റേറ്റ് തിയറി. അതായത് പലസ്തീനിയൻസും ഇസ്രായേലീസും രണ്ട് പേർക്കും 2 രാജ്യങ്ങൾക്കും അവകാശമുണ്ട്. ഈ 2 രാജ്യങ്ങളും അവിടെ വേണം. ഇപ്പോൾ ലാസ്റ്റ് ICJ പോലും പറയുന്ന ആ ഒരു സൊല്യൂഷനാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പം യൂറോപ്യൻ യൂണിയൻസ് പൊതുവെ ഇസ്രായേലിന് മാത്രം സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഏരിയ. ഇപ്പം 10-28 രാജ്യങ്ങളുള്ളതിൽ എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിന് സപ്പോർട്ട് കൊടുക്കുന്ന രാജ്യങ്ങളാണ്. ഇപ്പോൾ ഫൈസി പറഞ്ഞ പോലെ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ആ ഒരു സൊല്യൂഷനായിട്ട് കാണുന്നത് പറഞ്ഞു. ഇതിപ്പോൾ ഈ പറഞ്ഞ ഇസ്രായേലും പാലസ്തീനും അംഗീകരിച്ച ഒരു സൊല്യൂഷനാണോ 2 സ്റ്റേറ്റ്? പലസ്തീൻ റെഡി അതിന് പലസ്തീൻ റെഡിയാണ്. പലസ്തീൻ അവിടെയാണല്ലോ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇപ്പം നമ്മൾ ആദ്യം സംസാരിച്ച ടോപ്പിക് ആണല്ലോ. ഇപ്പം ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഉള്ള എല്ലാ പലസ്തീനിയൻസും റഫായിലോട്ട് പോകാൻ പറഞ്ഞിട്ട് തുടച്ച് നീക്കുക. നമ്മൾ ആ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്നും ഒഴിവാക്കുന്നില്ല. ഇപ്പം നോർമലി നമ്മൾക്കിപ്പം യുദ്ധമാണ്, ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഇൻറ്റൻഷൻ എന്നുണ്ടെങ്കിൽ സ്കൂളുകൾ പൊളിക്കുന്ന എന്തിനാണ്, ഹോസ്പിറ്റലുകൾ പൊളിക്കുന്ന എന്തിനാണ്? ഇവർ പറഞ്ഞ ഹോസ്പിറ്റലിൻ്റെ അടിയിൽ ടണലുകളിൽ വിളിച്ചിരിപ്പുണ്ട്. എന്തെങ്കിലും കണ്ടെത്തിയില്ല. ആകെ ഇവർ, അതായത് ഹമാസ് ഇസ്രായേലിൽ നിന്ന് കൊണ്ടുപോയ ബന്ദികളിൽ 3-4 പേരെ ഇസ്രായേൽ തിരിച്ചു പിടിച്ചു, ശരിയാ. അതല്ലാതെ ഹമാസിന് അവിടെ എന്ത് വീക്ക്നെസ് അവിടെ ഉണ്ടായത്? അവർക്ക് എന്ത് തിരിച്ചടിയാണ് ഉണ്ടായത്? ഹോസ്പിറ്റലുകൾ, അതായത് എനിക്ക് തോന്നുന്നൊരു 450+ ഹെൽത്ത് വർക്കേഴ്സ് മാത്രം അവിടെ മരിച്ചിട്ടുണ്ട്. 200 പത്രക്കാർ മരിച്ചിട്ടുണ്ട്. അത് മീഡിയ പേഴ്സൺസ് നമ്മൾ പറയുന്ന സോക്കോൾഡ് മീഡിയ പേഴ്സൺ എന്ന് പറഞ്ഞപ്പോൾ അൽ ജസീറയുടെയോ BBC-യുടെയോ ഒക്കെ മീഡിയ പേഴ്സൺസ് എന്ന് പറയുന്ന നമ്മൾ ആൾക്കാരിൽ ഒരു 200+ ആൾക്കാർ അവിടെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പാലസ്തീൻ അതിന് സപ്പോർട്ടാണ് അല്ലെങ്കിൽ അതിന് ഓക്കെ പറഞ്ഞിരിക്കുകയാണ്. ഹമാസ് ഇതിന് ഓക്കെയാ. ഹമാസ്, അതായത് പക്ഷേ ഈ പറയുന്ന ഭൂരിഭാഗം പാലസ്തീൻ സപ്പോർട്ടേഴ്സും മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ഫ്രം ദ റിവർ ടു ദ സീ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ചുരുങ്ങിയ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ തുടച്ചു നീക്കുക എന്നുള്ളത് തന്നെയല്ല. അല്ല, അതുകൊണ്ട് നമ്മളിപ്പം
ഈ വാർ തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന കാര്യം എന്താണെന്ന് പറയുക, ഇപ്പം പലസ്തീൻ ഇസ്രായേൽ വാർ, ഇപ്പം ലേറ്റസ്റ്റ് വാറാണ് ഞാൻ പറയുന്നത്, ഇതിന് മുന്നത്തെ വാറുകളല്ല. October 7 ഹമാസ് അറ്റാക്കിന് ശേഷം നടക്കുന്ന കറണ്ട് വാറിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന മുന്നോട്ട് വെക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അതായത് നമ്മൾ യുണൈറ്റഡ് നേഷൻ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഫോം ചെയ്തതാണ്? ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനും. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്യുന്നത്. UN ഫോം ചെയ്യുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം. ഇനിയൊരു ലോക മഹായുദ്ധം ഉണ്ടാകരുതെന്ന് പറഞ്ഞാണ് യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങിയതിൻ്റെ പല റീസണുകളുണ്ട്. അപ്പോൾ അത് ഇമ്പീരിയലിസം ഉണ്ട്, ഈ പറഞ്ഞ പോലെ സ്ട്രോങ് നാഷണലിസം ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. ആക്ച്വലി ഫസ്റ്റ് വേൾഡ് വാർ ട്രിഗർ ആവുന്നത് ഒരാളുടെ മരണമാണ്. അതായത് ആർച്ച് ഡ്യൂക്ക് എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രേലിയ മറ്റൊരു ആർച്ച് ഡ്യൂക്കിൻ്റെ കൊലപാതകമാണ് ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പല ആൾക്കാരും പറയുന്നത് തേർഡ് വേൾഡ് വാർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. അതായത് ഫസ്റ്റ് വേൾഡ് വാർ എൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് നടക്കുന്ന ടൈമിൽ ആർക്കും അറിയത്തില്ല. അതായത് ഇപ്പം ഞാൻ പറയില്ല, ആർച്ച് ഡ്യൂക്കിനെ ഒരാൾ കൊല്ലുക, ഒരു അസാസിനേഷൻ ആണ് അത് ആക്ച്വലി. ഒരു ആദ്യം അറ്റംപ്റ്റ് നടത്തുന്നു, അത് ഫെയിലായിട്ട് ആ മോട്ടോർക്കേഡ് രണ്ടാമത് വരുന്ന വഴിയിൽ ഈ വെടിവെച്ച ആൾ അവിടുന്ന് ചായ കുടിക്കുക മറ്റോ ചെയ്യുന്ന സമയത്ത് ആ മോട്ടോർക്കേഡ് അയാളുടെ ഫ്രണ്ടിൽ കൂടെ യാദൃശ്ചികമായിട്ട് വരിക. അയാൾ തോക്കെടുത്ത് വെടിവെക്കുക. അയാളുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ആർച്ച് ഡ്യൂക്കിനെ കൊല്ലുക എന്നുള്ളതായിരുന്നു. ആ വെടിവെപ്പ് നടന്ന ആർച്ച് ഡ്യൂക്ക് മരിക്കുന്ന സമയത്ത് ഇതൊരു വേൾഡ് വാറിലേക്ക് ലീഡ് ചെയ്യുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല. ഉണ്ടോ? ഇപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറഞ്ഞില്ല, ഒരിടത്ത് ഒരു ബട്ടർഫ്ലൈ ചിറകടിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഒരു കൊടുങ്കാറ്റായി മാറാം. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ തേർഡ് വേൾഡ് വാർ തേർഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്ന October 7 ഹമാസ് അറ്റാക്കോട് കൂടി തേർഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആൾക്കാർ പറയുന്നത്. ഇപ്പൊ എന്റെ മറ്റൊരു സംശയം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഫൈസി ഹമാസിന്റെ ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇസ്രായേൽ ഒരു രാജ്യത്തെ റെപ്രസെന്റ് ചെയ്താണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹമാസ് എനിക്ക് തോന്നുന്നില്ല ഒരു രാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടല്ല. ഹമാസിന് രാജ്യമില്ല, പലസ്തീന് രാജ്യമില്ല. ഹമാസ് ഒരു സംഘടനയാണ്. അപ്പൊ ഈ ഒരു സംഘടന ഒരു രാജ്യമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ആ സംഘടനയ്ക്ക് അവരുടെ ജനതയോട് അല്ലെങ്കിൽ അവിടുത്തെ ആളുകളോട് എത്രത്തോളം കമ്മിറ്റ്മെന്റ് ഉണ്ടാകും എന്നുള്ളത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഞാൻ വേറൊരു ഇൻസിഡന്റ് പറയാം. അതായത് ഇപ്പൊ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞല്ലോ, അതായത് ഗസ എന്നുള്ള എല്ലാവരും അവിടുന്ന് പിന്മാറി റഫായിലോട്ട് പോകണം എന്ന് ഇസ്രായേലി ലഘുലേഖകൾ ബ്രോഷേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിന് മുന്നേ അവരൊരു ബ്രോഷർ ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതെന്താണെന്നറിയാം? നിങ്ങളുടെ ഉള്ളിലാണ്, അതായത് പലസ്തീൻ ജനതയ്ക്കകത്ത് തന്നെയാണല്ലോ ഈ ഹമാസ് ഉള്ളത്. പലസ്തീനിലെ ആൾക്കാർ മാത്രമാണ് ഈ ഹമാസ് എന്ന് പറയുന്ന US അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്ന ടെററിസ്റ്റ് സംഘടനയായിട്ട് ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഹമാസിലുള്ളത് പലസ്തീനിയൻസ് മാത്രമാണ്. വേറെ പുറം രാജ്യങ്ങളിൽ ആരും ഉള്ളതായിട്ട് അതിനകത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ക്യാപിറ്റൽ വരുന്നത് ഖത്തറിലോ മറ്റാണെന്നാണ് പറയുന്നത്. ഹമാസിൻ്റെ അവരുടെ ഒഫീഷ്യൽ ക്യാപിറ്റൽ, അതായത് അവരുടെ ഒഫീഷ്യൽ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഖത്തറിലാണെന്നാണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് മെമ്പേഴ്സ് മൊത്തം പലസ്തീനിയൻസാണ്. നിങ്ങളുടെ ഉള്ളിലെ പലസ്തീനിയൻസിൻ്റെ ഉള്ളിൽ, അതായത് അതിനകത്ത് വർക്ക് ചെയ്യുന്ന ഹമാസിൻ്റെ ആൾക്കാരെ നിങ്ങൾ പുറത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, ഇൻഫോർമേഷൻ നമ്മൾ പറയത്തില്ല, ഇപ്പം നിങ്ങൾ ഇന്ന ആളെ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് റിവാർഡ് തരാമെന്ന് പറയത്തില്ലേ, ഇതുപോലെ റിവാർഡ് തരാമെന്നും പറഞ്ഞുകൊണ്ട് ബ്രോഷേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു ഇസ്രായേൽ ഇതിന് മുൻപ്. അത് കുറച്ചധികം നാൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിളാണ്. എന്നിട്ട് പോലും പലസ്തീനിയൻസ് അതിന് മുന്നോട്ട് വന്നിട്ടില്ല. പല കാരണങ്ങളുണ്ടാവും. കാര്യം മുന്നോട്ട് വന്നാൽ ഈ ഹമാസ് ഇവരെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള പേടി ഉണ്ടാവാം. അതിലുപരി പലസ്തീൻ കോസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്തു വയ്ക്കുക. അതായത് ഇപ്പം ഷാൻ തന്നെ പറഞ്ഞല്ലോ, ഇസ്രായേൽ എന്ന് പറയുന്ന വേൾഡിലെ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് കൺട്രിയാണ്, മിലിറ്ററൈസ്ഡ്. അതായത് ഇന്ത്യ ഏറ്റവും കൂടുതൽ വെപ്പൺസ്, ആംസ് അല്ല അമ്മ്യൂണിഷൻസ്, ഈ നമ്മൾ പറഞ്ഞ സ്പൈ സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിൽ നിന്നാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇസ്രായേലിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു രാജ്യം പോലും അല്ല. അതായത് ഇതുവരെ മെമ്പേഴ്സ് ആരാന്ന് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ലാത്ത ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവരാണ് ഈ പറഞ്ഞ ഒരു സോ കോൾഡ് വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് നേഷനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു അയണിയില്ലേ, അതായത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു രാജ്യമായിട്ട് പോലും ഫൈറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയാണ്? പലസ്തീൻ കോസിന് വേണ്ടി. അതായത് പലസ്തീൻ എന്ന് പറഞ്ഞൊരു രാഷ്ട്രം അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഹമാസ് ഒരിക്കലും ഇതുവരെ പറഞ്ഞിട്ട് എൻ്റെ അറിവിലില്ല. അതായത് പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതോടുകൂടി ഇസ്രായേലിനെ അവിടെ നിന്ന് ഇല്ലാതാക്കണം എന്ന് ഹമാസ് പറഞ്ഞിട്ട് എൻ്റെ അറിവിലില്ല. ഇപ്പം എൻ്റെ മറ്റൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹമാസിൻ്റെ യുദ്ധതന്ത്രങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇസ്രായേൽ യുദ്ധതന്ത്രങ്ങളും ചെയ്യുന്നുണ്ട് ഈക്വലി. പക്ഷേ നമ്മൾ ഇൻ ഫാക്ട് റിസൾട്ട് നോക്കുകയാണെങ്കിൽ കൂടുതൽ ഡാമേജും ലോസും പാലസ്തീൻ സൈഡിലാണ്. ശരിയല്ലോ? അപ്പോൾ ഹമാസ് ഈ ഒരു സ്ട്രാറ്റജി കണ്ടിന്യൂ ചെയ്താൽ ഈ പറയുന്ന സോ കോൾഡ് വിക്ടറി എത്രത്തോളം പോസിബിൾ ആവുന്നു? അല്ല, ഇതിൽ നമ്മൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തോട് ഫൈറ്റ് ചെയ്യുന്നത് ഹമാസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇതിനകത്ത് ഇൻറ്റൻഷൻസ് എന്തൊക്കെയാണ്? ആക്ച്വലി ഹമാസിനെ ഇല്ലാതാക്കുക. ഫസ്റ്റ് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഹമാസിനെ ഇല്ലാതാക്കുക. സെക്കൻഡ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇവർ ഹോസ്റ്റേജസ് ആയിട്ട് പിടിച്ചുകൊണ്ട് പോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരിക. അതായത് ഏതാണ്ട് 240 ആൾക്കാരെയാണ് ഹോസ്റ്റേജസ് ആയിട്ട്. അതിനകത്ത് നോർമൽ സിവിലിയൻസ് ഉണ്ട്, ആർമിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്,
ഡോക്ടേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, പ്രായമായിട്ടുള്ളവരുണ്ട്, കുട്ടികളെല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞ് ഹോസ്റ്റേജസ് ആയിട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പം ഇസ്രായേലിൽ ഇതിനകത്ത് ഇൻറ്റൻഷൻ എന്താണ്? ഹമാസിനെ ഇല്ലാതാക്കുക, ഈ ഹോസ്റ്റേജസിനെ തിരിച്ചു കൊണ്ടുവരിക. വാർ തുടങ്ങിയിട്ട് 7 മാസമായി, 7 മന്ത്സായി. അറൗണ്ട് 38,000+ ആൾക്കാർ മരിച്ചു, ഇത്രയും കുട്ടികൾ മരിച്ചു, ഇത്രയും ആളുകൾ മരിച്ചു. ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് പറ്റിയോ? ഇപ്പോൾ ഷാൻ എൻ്റെ അടുത്ത് ചോദിച്ചത് ഹമാസിൻ്റെ ഇൻറ്റൻഷൻ വിജയിക്കുകയോ ഇല്ല എന്നുള്ളതാണല്ലോ. ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് സാധിച്ചു ഇത്ര നാളുകൊണ്ട്? ഇല്ല. രണ്ടാമത്തെ അവർ ഇൻറ്റൻഷൻ എന്തായിരുന്നു? ഈ ഹോസ്റ്റേജിനെ തിരിച്ചു കൊണ്ടുവരിക. 240 ഹോസ്റ്റേജിനെ കൊണ്ടുപോയതിൽ തിരിച്ചു കൊണ്ടുവന്ന എത്ര ഹോസ്റ്റേജിനാണെന്നറിയോ? 4. ആകെ 4 ഹോസ്റ്റേജിനെ തിരിച്ചു കിട്ടി. ഇതിനിടയ്ക്ക് ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന, ഗസയിൽ നടത്തുന്ന ഈ ഫൈറ്റിനിടയ്ക്ക് ഇവരുടെ ഓൺ ഹോസ്റ്റേജ് മരിച്ചിട്ടുണ്ട്. അതായത് ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ, ഹമാസി പിടിച്ചുകൊണ്ട് പോയ ഇസ്രായേലികൾ മരിച്ചിട്ടുണ്ട് ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ. അത് ഓരോ ദിവസം ഒരു കണക്കും പുറത്തു വിടുന്നുണ്ട്, ഇത്ര പേര് മരിച്ചു, ഇത്ര പേര് മരിച്ചു. ഈ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് എനിക്കൊന്ന് ഇന്നലെ മിനിഞ്ഞാന്നോ ഇവരുടെ വാർ കമ്മിറ്റിയുടെ അഡ്വൈസർ പറഞ്ഞത് ഇനി ഒരു 7 മന്ത്സ് കൂടെ ഈ വാർ മുന്നോട്ട് പോകാം എന്നാണ്. അതായത് 2024 ഇപ്പം മെയ്യാ, 2023 ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത വാർ 2024 കഴിഞ്ഞാലും എൻഡ് ചെയ്യാൻ ചാൻസ് ഇല്ലെന്നുള്ളത് ഇവരുടെ ഓൺ അഡ്വൈസർ പറയാം. അതായത് അവരതിന് എക്യുപ്ഡാണ്. US പോലുള്ളൊരു വലിയൊരു നേഷൻ സപ്പോർട്ടോട് കൂടി ഇസ്രായേൽ ഈ വാറിന് ഫുള്ളി എക്യുപ്ഡാണ്. അത് ഞാൻ കുറച്ച് മുന്നേ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല. അതായത് നമ്മളെല്ലാം കരുതുന്നത് ഈ ഇസ്രായേലിനുള്ള ആംസാൻ അമ്യൂണിഷൻസ് US നിന്ന് മാത്രം വരുന്നതാണ്. ഈ ലേറ്റസ്റ്റ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, അതായത് ഇന്ത്യയിൽ നിന്ന് ആംസാൻ അമ്യൂണിഷൻസ് ചെന്നൈയിൽ നിന്ന്. അത് ന്യൂസ് പുറത്തു വന്ന എങ്ങനെയാണെന്നറിയോ? ഇവർ ഈ ഷിപ്പ് പോയി, ചെന്നൈയിൽ നിന്നാണ് ഷിപ്പ് പോയിരിക്കുന്നത്. ഹൈഫ എന്ന് പറയുന്ന ഇസ്രായേലിലെ പോർട്ടിലോട്ടായിരുന്നു ഈ പർട്ടിക്കുലർ ഷിപ്പ് പോയിരുന്നത്. ഹൈഫ എന്ന് പറയുന്ന പോർട്ട് കൺട്രോൾ ചെയ്യുന്നത് അദാനി പോർട്ട് ഹോൾഡിങ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ADHL എന്ന് പറയും. ന്യൂസിലുണ്ടായിരുന്നു. അതിൽ 50% ഹൈഫ പോർട്ടിന്റെ 50% ഓണർഷിപ്പ് അദാനിക്കാണുള്ളത്. ചെന്നൈ പോർട്ടും എനിക്ക് തോന്നുന്നു ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് 15 പോർട്ട്സ് ഇപ്പോൾ കറന്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന അതായത് അദാനി ഗ്രൂപ്പാണ് ഈ പറഞ്ഞ 15 പോർട്ട്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിലെ 1 ഓഫ് ദി പോർട്ടിൽ നിന്നാണ് ഈ പറഞ്ഞ പർട്ടിക്കുലർ ഷിപ്മെന്റ് പോയിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല ന്യൂസിലൊന്നും. ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം ഇന്ത്യ, അതായത് 27 ടൺസാണ് അത്. അതിൽ കണ്ടൻസ് എന്താണെന്ന് പുറത്ത് വന്നിട്ടില്ല. അതിൽ പറയുന്നത് ബോംബുകളുടെ ഫ്യൂസുകളും ഡ്രോണിന്റെ എക്യുപ്മെന്റ്സും ആണെന്നുള്ള. അതായത് ഇപ്പം ഇവർ ഡ്രോൺസ് കൂടുതലും യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഇസ്രായേലിൽ ഡ്രോൺ ടെക്നോളജിയിൽ വളരെ അഡ്വാൻസ്ഡ് നിൽക്കുന്ന ഒരു കൺട്രിയാണ് ഇസ്രായേൽ. ഈ ഡ്രോൺസിന് യൂസ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ആണ് ഈ പർട്ടിക്കുലർ ഷിപ്മെന്റിലാണെന്നാണ് പറയുന്നത്. ഇത് ന്യൂസ് പുറത്ത് വന്ന് ഈ ഷിപ്പ് ഇസ്രായേലിലോട്ടുള്ള ഓൺ ദ വേ സ്പെയിനിൽ ഡോക്ക് ചെയ്യാൻ വേണ്ടി ഇവർ റിക്വസ്റ്റ് ചെയ്തു. അതായത് ഒഫീഷ്യലി സ്പെയിൻ എന്ന രാജ്യത്തോട് ഇവർ റിക്വസ്റ്റ് ചെയ്തപ്പോൾ സ്പെയിൻ ഇത് ഡിനേ ചെയ്തു. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞില്ല, ഇപ്പം യൂറോപ്യൻ യൂണിയനിൽ ഒരു രാജ്യങ്ങളും പലസ്തീനെ ആസ് എ നേഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ലായിരുന്നു ഇതുവരെ. പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി സ്പെയിൻ, അയർലൻഡ്, നോർവേ ഈ പറഞ്ഞ 3 രാജ്യങ്ങൾ പലസ്തീനെ റെക്കഗ്നൈസ് ചെയ്തു, ആസ് എ നേഷൻ റെക്കഗ്നൈസ് ചെയ്തു. അതിൻ്റെ തൊട്ട് മുൻപ് പുറകെയാണ് ഈ ന്യൂസ് വരുന്നത്. അതായത് ഇസ്രായേലിലോട്ട് ഇന്ത്യയിലെ ചെന്നൈയിൽ നിന്നുമുള്ളൊരു ഷിപ്മെൻറ്റ് ഡോക്ക് ചെയ്യാൻ വേണ്ടി സ്പെയിനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അത് സ്പെയിൻ ഡിനേ ചെയ്തെന്നും ഷിപ്പ് അവിടെ അടുപ്പിച്ചില്ലെന്നും ന്യൂസ് വന്നപ്പോഴാണ് ഇന്ത്യയിൽ നിന്ന് പോലും ഇസ്രായേലിലോട്ട് ആംസാൻ അമ്യൂണിഷൻസ് പോകുന്നുണ്ടെന്നുള്ള ന്യൂസ് പുറത്തു വന്നത്. പക്ഷേ അത് ഭയങ്കര ഫേമസ് ആയില്ല ന്യൂസ്. ഇല്ല, അത് അധികം നമ്മുടെ മീഡിയ കുറെ കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട്. കാര്യം എല്ലാവരും കരുതുന്നപ്പോൾ US ആണ് ആംസ് കൊടുക്കുന്ന, അമ്യൂണിഷൻസ് US സപ്ലൈ എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ന്യൂസ് പുറത്ത് വന്നിരുന്നു. ഇത് ഒഫീഷ്യൽ ന്യൂസ്. അതേപോലെ തന്നെ ഇപ്പോൾ ഹമാസിന്റെ ഒരു കപ്പാബിലിറ്റി എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് വെപ്പൺസ് അല്ലെങ്കിലും സ്റ്റിൽ ദേ ഹാവ് അമ്യൂണിഷൻസ് ആൻഡ് വെപ്പൺസ്. നമ്മളിപ്പോൾ റഷ്യ-ഉക്രൈൻ വാറിൽ പറയുന്നില്ലേ, മൊളോട്ടോ കോക്ടെയിൽസ് എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ കുപ്പിയിൽ ഇപ്പോൾ കെറോസിൻ അല്ലെങ്കിൽ പെട്രോളോ ഡീസലോ നിറച്ചിട്ട് നമ്മൾ CA എന്ന് പറഞ്ഞ മൂവിയിൽ കാണിക്കുന്നത്, ദുൽഖർ വന്നിട്ട് എറിയുന്നത്, അതിനെയാണ് നമ്മൾ ഈ കാഷ്വലി മൊളോട്ടോ കോക്ടെയിൽ എന്ന് പറഞ്ഞത്. എനിക്കൊന്ന് റഷ്യയിൽ പണ്ട് വാർ നടന്ന സമയത്ത്, റഷ്യയിലാണോ ഉക്രൈനിലാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ, ഒരാളുടെ പേരാണെന്നാണ് എൻ്റെ അറിവ്. ഈ മൊളോട്ടോ എന്ന് പറയുന്ന ഒരാളുടെ പേര്, അയാൾ ഡിവൈസ് ചെയ്ത ഒരു ബോട്ടിലാണ് ഈ മൊളോട്ടോ കോക്ടെയിൽ എന്ന് പറയുന്നത്. കോക്ടെയിൽ നമ്മൾ സാധാരണ പറയുന്നത് മിക്സ് ചെയ്ത് കുടിക്കുന്ന എന്തെങ്കിലും ഡ്രിങ്കിനാണ് നമ്മൾ മൊളോട്ടോ കോക്ടെയിൽ എന്ന് പറയുന്നത്. ഈ മൊളോട്ടോ കോക്ടെയിൽ എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ഇതിനെ, അതായത് നമ്മൾ പെട്രോളോ അല്ലെങ്കിൽ കെറോസിൻ, അത് തന്നെ പെട്രോൾ ബോംബ് എന്ന് പറയുന്നത്. നമ്മൾ CA എന്ന് പറയുന്ന മൂവിയിൽ കറക്റ്റ് റെഫറൻസ് ഉണ്ട്. ദുൽഖർ ഇങ്ങനെ മാസമായിട്ട് വന്ന് അതെ അല്ലേ, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ റെസിസ്റ്റ് ചെയ്യുന്നത്, ഈ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു യുദ്ധം അവസാനിക്കണമെങ്കിൽ എന്തായിരിക്കും ഒരു സൊല്യൂഷൻ? ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് 2 സ്റ്റേറ്റ് തിയറി തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല? ഇസ്രായേൽ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്ന പർട്ടിക്കുലർ #ക്യാമ്പയിൻ എടുത്തോ.
അതെങ്ങനെ വന്നെന്നറിയോ? ഇപ്പോൾ റഫ എന്ന് പറയുന്ന ഈ പറഞ്ഞ റെഫ്യൂജീസ് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വന്നിരിക്കുന്ന സ്ഥലത്ത് ഇനി ഒരു അറ്റാക്ക് ഉണ്ടാവരുത്, അങ്ങോട്ട് ഇസ്രായേൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ റഫ അറ്റാക്ക് ചെയ്യും. അപ്പോൾ US ഒരു ലാസ്റ്റ് വാർണിംഗ് കൊടുത്തു. അതൊരു റെഡ് ലൈനാണ്, ആ റെഡ് ലൈൻ നിങ്ങൾ ക്രോസ് ചെയ്യരുത് എന്നൊരു വാർണിംഗ് കൊടുത്തു. അതിൻ്റെ പുറമെയാണ് ഈ ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറയുന്നത് റഫ നിങ്ങൾ അറ്റാക്ക് ചെയ്യരുതെന്നാണ്. കാര്യം അവിടെ റെഫ്യൂജീസ് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ 15-20 ലക്ഷം റെഫ്യൂജീസ് തിങ്ങിപ്പാർക്കുന്ന, അതായത് വെള്ളമില്ല അവിടെ, കറണ്ട് ഇല്ല, ഹോസ്പിറ്റൽസ് ഇല്ല, ഒന്നുമില്ലാത്ത റഫ എന്ന് പറഞ്ഞൊരു അഭയാർത്ഥി ക്യാമ്പിൽ നിങ്ങൾ ബോംബിടുന്ന ICJ പറഞ്ഞ് വിത്തിൻ 48 hours മറ്റോ ഇസ്രായേൽ ബോംബിടുക. അത് US സപ്ലൈ ചെയ്ത ഒരു ബോംബാണെന്നുള്ള റിപ്പോർട്ട് ന്യൂയോർക്ക് ടൈംസോ ഗാർഡിയനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബോംബെന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു ഏരിയയിൽ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഓഫീസ് ഡെമോളിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബോംബാണ്, അല്ലാതെ ആൾക്കാരെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ബോംബല്ലത്. ഈ പർട്ടിക്കുലർ ബോംബ് ഡ്രോപ്പ് ചെയ്ത് എവിടെയാണെന്നറിയോ? ഒരു ടെന്റിന്റെ മുകളിൽ. റഫേൽ ആൾക്കാർ ടെന്റ് അടിച്ച് താമസിക്കുന്ന ടെന്റിന്റെ മുകളിലേക്ക് ഈ പർട്ടിക്കുലർ ബോംബ് 45 പേര് മരിച്ചു. 45 പേര് മരിച്ചെന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു ഇമേജ് റിലീസ് ഉണ്ട്. അതായത് ഒരു പിതാവും മകനും ഒരുമിച്ച്, അതായത് ഇവർ ഈ നമ്മൾ ഉരുകിപ്പോവാന്ന് പറയത്തില്ലേ, ആൾക്കാർ ചാരമായി. അതുകൂടാതെ ആൾക്കാർ ഇങ്ങനെ ഉരുകി ചേർന്നിട്ട് വേർപ്പെടുത്താൻ പറ്റുന്നില്ല, അത്രയും ഹാംഫുൾ ഉള്ള ബോംബാണ് ഡ്രോപ്പ് ചെയ്ത്. ഈ 45 പേര് മരിക്കുന്ന പറയുമ്പോൾ നമ്മൾ ഓർക്ക് ആ കാഷ്വാലിറ്റി കൊളാട്രൽ ഡാമേജ് എന്നാണ് US ഇതിനെ ഒഫീഷ്യലി വിളിക്കുന്നത്. 250-ലധികം ആൾക്കാർ സിവിയർ ബേൺ ഡാമേജ് വന്ന ആൾക്കാരുണ്ട്. അതിൽ ഇവരെ ചികിത്സിക്കാൻ ഹോസ്പിറ്റൽ ഇല്ല അവിടെ. ഈ ടെന്റ് കത്തുന്ന സമയത്ത് നമ്മുടെ നാട്ടിലിപ്പോൾ സാധാരണ ടെന്റ് കത്തിയാൽ അല്ലെങ്കിൽ ഒരു വൈക്കൽക്കൂന കത്തിയാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വെള്ളം കോരി ഒഴിക്കും. ഈ ഒഴിക്കാൻ വെള്ളം പോലും അവിടെ ഇല്ല. അത്രയും സീരിയസ് സിറ്റുവേഷൻ ആയിട്ടുള്ള സ്ഥലത്താണ് ഇവർ റഫേൽ ബോംബിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഈ ഓളൈസൺ റഫ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത്.